ഇന്ന് നമുക്ക് ഒരു നാടൻ രീതിയിലുള്ള നെയ്യപ്പം ഉണ്ടാക്കാം. അധികം ആൾക്കാരും ഇപ്പം അരിപ്പൊടിയിലായിരിക്കും നെയ്യപ്പം ഉണ്ടാക്കുക. അതുപോലെ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിട്ടാണ് നെയ്യപ്പം ഉണ്ടാക്കുന്നുണ്ടാവുക. ഞാനിവിടെ അരി കുതിർത്ത് അരച്ചിട്ടുള്ളൊരു നെയ്യപ്പം തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഈ പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിതിനൊന്ന് കുതിർത്ത് വെക്കാം. ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ, കൂടുതലായ പ്രശ്നമൊന്നുമില്ല. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കാം. അപ്പം ഇനി നമുക്ക് ഈ ഒരു അരിൻ്റെ വെള്ളമൊന്ന് കളയണം. അപ്പം അതിന് വേണ്ടി ഞാൻ സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 400 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഈ ശർക്കരയിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൂടുതൽ ഒഴിക്കരുത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ശർക്കരപ്പാനിൻ്റെ അളവ് കൂടും. ഇനി നമുക്ക് ഈ ഒരു ശർക്കര നന്നായിട്ടൊന്ന് തിളപ്പിച്ച് പാനിയാക്കി എടുക്കാം. ശർക്കര എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ഡാർക്ക് കളർ ശർക്കര എടുക്കുക, ലൈറ്റ് കളർ ശർക്കര എടുക്കരുത്. കാരണം നമ്മളെ നെയ്യപ്പത്തിന് ലൈറ്റ് കളർ ശർക്കരനെ കൊണ്ട് ചെയ്യാന്നുണ്ടെങ്കിൽ കളർ അത്ര കിട്ടില്ല. ഒരു ലൈറ്റ് കളർ നെയ്യപ്പാണ് ഉണ്ടാവുക. നെയ്യപ്പത്തിൻ്റെ അത് ശരിയായ കളർ കിട്ടണമെങ്കിൽ ഡാർക്ക് കളർ ശർക്കര തന്നെ എടുക്കണം. അപ്പോൾ ശർക്കര ഇവിടെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ചൂടൊന്ന് പോയതിന് ശേഷം ഈ ഒരു ശർക്കരപ്പാനി അരിച്ചെടുക്കാം. കാരണം നമ്മൾ ഈ ഒരു ശർക്കരയിൽ മണ്ണും അതുപോലെ ചെറിയ തരി പോലെല്ലാം ഉണ്ടാവും. അതെല്ലാം പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. തീർച്ചയായിട്ടും അരിച്ചെടുക്കണം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ച അരിയിൽ നിന്ന് പകുതി അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നിച്ച് അരി അരക്കരുത്. കാരണം നമ്മളൊരു ശർക്കരപ്പാനി ചേർത്ത് അരക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പകുതി ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ പകുതി അരി ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. ശർക്കരപ്പാനി ഒഴിക്കുന്ന സമയത്ത് മുഴുവനായിട്ട് ഒന്നിച്ചൊഴിക്കരുത്. കുറച്ച് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. കാരണം നമ്മുടെ ബാറ്റർ ഒരുപാട് ലൂസാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ കുറച്ച് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് അരി അരച്ചതിന് ശേഷം ബാക്കിയുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർക്കാം. അപ്പോൾ ഈ ഒരു മൈദ ചേർത്ത് നമുക്ക് അരി നന്നായിട്ട് അരച്ചെടുക്കണം. അരി അരക്കുന്ന സമയത്ത് ചെറിയൊരു തരിതരി പോലെ വേണം അരക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ശർക്കര ചേർക്കുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് അങ്ങ് അരഞ്ഞ് വരില്ല. ചെറിയൊരു തരിതരി പോലെ ഉണ്ടാവും. നമ്മുടെ ബാറ്റർ അങ്ങനെയാണ് വേണ്ടത്. ഇനി നമുക്ക് ബാക്കിയുള്ള അരി കൂടി ഇതുപോലെ അരച്ചെടുക്കാം. ഒരുപാട് ലൂസായിട്ട് അരക്കരുത്. കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചിട്ട് അരച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് വീണ്ടും നമുക്ക് നോക്കിയിട്ട് ശർക്കരപ്പാനി ചേർത്താൽ മതി. കാരണം ഈ ഒരു ശർക്കരപ്പാനി ഒന്നിച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാറ്റർ നന്നായിട്ട് ലൂസാവും. ബാറ്റർ ഒരുപാട് ലൂസാവാൻ പാടില്ല. നമ്മൾ ദോശമാവിന് അരക്കുന്നതിനേക്കാൾ കുറച്ചൊരു കട്ടിയിൽ വേണം ഈ ഒരു മാവ് അരക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ മാവ് അരച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തൊടുന്ന സമയത്ത് ചെറിയൊരു തരിതരി പോലെ ഉണ്ടായിരിക്കണം. ഈ ഒരു രീതിയിൽ വേണം അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു 6-8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം. ഇപ്പോൾ ഒരു 8 മണിക്കൂറിന് ശേഷം നമ്മളെ ബാറ്ററി നോക്കുമ്പോൾ നമ്മളിപ്പോൾ അരച്ചതിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ടുണ്ടാവും. ഇപ്പോൾ 8 മണിക്കൂറിന് ശേഷം നമ്മുടെ ബാറ്ററി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കുറച്ചുകൂടി കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കറുത്ത എള്ളാണ് ചേർക്കുന്നത്. കൂടുതൽ ചേർക്കണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി ചേർക്കേണ്ടത് ജീരകം പൊടിച്ചതാണ്. 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ഇത്രയാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊരു നെയ്യപ്പായതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് നെയ്യ് ചേർക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല കട്ടയുള്ള ഒരു നെയ്യാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ചൂടാക്കിയ നെയ്യ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നല്ല കട്ട കെട്ടിയിട്ടുള്ള നെയ്യാണെങ്കിൽ മാത്രം ഒന്ന് ചൂടാക്കിയാൽ മതി. അതേപോലെ ചിലർ ഇതിലേക്ക് കൊപ്ര ഇടാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ നെയ്യിലിട്ടിട്ട് കൊപ്ര ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിലിട്ട് കൊടുത്താൽ മതി. ഇത്രയും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ടൈമിൽ നിങ്ങൾക്ക് മാവ് നല്ല ടൈറ്റായിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ നേരത്തെ ബാക്കി ശർക്കരപ്പാനി ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ഒരു നെയ്യപ്പത്തിൻ്റെ മാവ് ഇതിൽ കൂടുതൽ കട്ടിയാവാൻ പാടില്ല. അങ്ങനെ കട്ടിയായിട്ടുണ്ടെങ്കിൽ നെയ്യപ്പം നല്ല ഹാർഡായിരിക്കും. ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ശർക്കരപ്പാനി തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. കാരണം ഇതിൽ കൂടുതൽ ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ നെയ്യപ്പം ഒരു സോഫ്റ്റ് ഇല്ലാണ്ട് ഭയങ്കര ഹാർഡായിട്ട് തോന്നും. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെയ്യപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഈ ഒരു നെയ്യപ്പം ഞാൻ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. നമ്മൾ ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യണം.
അപ്പം എണ്ണ നന്നായി ഒന്ന് ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടാകണം. കാരണം ഈ ഒരു നെയ്യപ്പം ഒന്ന് ഫ്രൈ ആയി വരാൻ കുറച്ചധികം ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇരുമ്പിൻ്റെ ചട്ടി വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അടിയൊന്നും ഒരുപാട് കരിഞ്ഞു പോകാതെ നല്ല, അതായത് ഉൾഭാഗം നന്നായിട്ട് വെന്തിട്ടുള്ളൊരു നെയ്യപ്പം കിട്ടും. നമ്മൾ മാവ് ഒഴിച്ച് കുറച്ച് കഴിയുന്ന സമയത്ത് ഈ ഒരു നെയ്യപ്പം തന്നാലെ മേലയിലേക്ക് പൊങ്ങി വരും. ഉൾഭാഗം നന്നായി വെന്ത് വരുന്ന സമയത്താണ് ഇത് മേലയിലേക്ക് പൊങ്ങി വരുന്നത്. ആ ടൈമിൽ നമ്മൾ ഇതുപോലെ എണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കണം. ആ സമയത്ത് ഇതിൻ്റെ സൈഡെല്ലാം നന്നായിട്ട് കളറ് മാറി വരും. ഒരു ഭാഗം നന്നായിട്ട് കളറ് മാറി വരുന്നതെന്ന് കാണുന്ന സമയത്ത് നമുക്കിതിനെ തിരിച്ചിട്ട് വീണ്ടും ഫ്രൈ ചെയ്തെടുക്കാം. ഒരു നെയ്യപ്പത്തിൻ്റെ ഒരു ഡാർക്ക് കളർ ആവുന്നത് വരെ നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. പെട്ടെന്ന് ഈ ഒരു നെയ്യപ്പത്തിൻ്റെ കളറ് മാറി വരില്ല. കുറച്ച് ടൈം എടുത്തിട്ട് മാത്രമേ കളറ് മാറി വരും. അതുവരെ നമ്മൾ ഈ ഒരു നെയ്യപ്പം ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ കളർ നന്നായി മാറി വന്നിട്ടുണ്ട്. നെയ്യപ്പം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അടിഭാഗവും മുകൾ ഭാഗമെല്ലാം നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെയ്യപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ അത്ര സോഫ്റ്റ് ആയിരിക്കില്ല. പുറമെ കുറച്ചൊരു ക്രിസ്പി ആയിരിക്കും, എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ നെയ്യപ്പം നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണോ എന്ന് നോക്കാം. കണ്ടില്ല? അപ്പം നല്ല പൊങ്ങി വന്ന നല്ല സോഫ്റ്റായിട്ടുള്ള, ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടുള്ള നെയ്യപ്പമാണ്. എന്നാൽ ഇതിൻ്റെ സൈഡെല്ലാം കുറച്ച് ക്രിസ്പിയാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു നെയ്യപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം.